നല്ല ഒമാൻ മത്തി ചീര ഇത് വെച്ചാട്ടോ ഇന്ന് നമ്മളെ പരിപാടി. നല്ല നെയ്യുള്ള മത്തി കേട്ടോ, ഒമാൻ മത്തിയാണ്. ഇനി ഉപ്പേരി വെക്കാനുള്ള ചീര എടുത്ത് കഴിഞ്ഞിട്ട് നല്ലോണം ഒന്ന് കഴുകിയെടുക്കണം. നല്ല മണ്ണുണ്ട് ഇമല്. ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ചീരൻ്റെ എല്ലാം ഫുള്ള് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടോ ഇനി ഉപ്പേരിയിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ ഒന്ന് ചതച്ചെടുക്കണം. എന്നിട്ട് പച്ചവെള്ളം ഇട്ട് ഈ തേങ്ങ ഒന്ന് ചതച്ചെടുക്കണം. അങ്ങനെ തേങ്ങ ചതച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ടോ. ഇനിയാണ് നമ്മളെ കാര്യമായിട്ടുള്ള പരിപാടി. ഈ ഫിഷ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ചുണങ്ങ് മേലൊക്കെ തെറിക്കും. അങ്ങനെ ഫിഷ് മുറിച്ച് കഴിഞ്ഞ് ഇതൊന്ന് കഴുകിയെടുക്കട്ടെ. അപ്പോൾ ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ച് തക്കാളി ഒന്ന് ജ്യൂസ് അടിച്ചെടുക്കണം മിക്സിയിലിട്ട് കഴിഞ്ഞിട്ട്. ചട്ടിയിലാട്ടോ വെക്കണേ കറി. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പില എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കാം. 2 സ്പൂണ് മുളക് പൊടി, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇളക്കി സെറ്റാക്കി എടുക്കാം. എന്നിട്ട് അരച്ച് വെച്ച തക്കാളി, എന്നിട്ട് അതിൽ കൊടംപുളി അതിൻ്റെ വെള്ളത്തിൽ വെച്ചത്, കുറച്ച് വെള്ളം, ഉപ്പ്, അവിടെ മൂടി വെക്കുക. മസാലയൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. ഇനി ചീരപ്പേരിയായിട്ട് ഉണ്ടാക്കുന്നത്. ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കും. കുറച്ച് കടുക് പൊട്ടിക്കുക വെളിച്ചെണ്ണ ചൂടായപ്പോൾ. ഇനി നമുക്ക് ചീര അതിലേക്ക് ഇട്ട് കൊടുക്കാം. ചതച്ച് വെച്ച തേങ്ങയും പച്ചമുളകും ഇത് നല്ലോണം ഇളക്കിയെടുക്കാം. ഉപ്പിട്ട് കൊടുക്കാം. അവിടെ മൂടി വെച്ച് ഒരു 5 മിനിറ്റ് കൂടി വെന്താൽ മീൻ കറി റെഡി. അങ്ങനെ നമ്മളെ കറിയും പേരിയൊക്കെ റെഡി ആയിട്ടോ. നല്ല മത്തി മുളക് ഇട്ടത് അയ്യോ അടിപൊളിയായില്ലേ. അതുപോലെ ചീരൻ്റെ ഉപ്പേരി. അങ്ങനെ പ്ലേറ്റിൽ കുറച്ച് ചോറെടുത്തിട്ടോ. ഒരു കഷ്ണം മത്തിയും കുറച്ച് കറി കഴിക്കാം. സൂപ്പർ കേട്ടോ. ഇനി ഇരുന്ന് കഴിക്കട്ടെ.